തോട്ടമേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ തൊഴിൽ നിയമങ്ങൾ വളരെയേറെ സ്വാഗതാർഹമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുല്യവേതനം, തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ള കാഴ്ചപ്പാടും, അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് അപ്പോയിൻമെൻറ്റ് ഓർഡർ പോലെയുള്ള കാര്യങ്ങൾ, പ്രസവാവധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വളരെയേറെ വ്യക്തതയോടു കൂടിയാണ് പുതിയ ഈ കരട് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തോട്ടം മേഖലയുടെ കരുത്ത് കൂടുതൽ കൂട്ടുന്നതിന് കാരണമാകും. കാരണം ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ വേജസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട്, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കാര്യക്ഷമമായി ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഈ ബില്ലിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നു. അതുവഴി ഇന്ന് തോട്ടം മേഖലയിലുള്ള തൊഴിലാളി ക്ഷാമം അല്ലെങ്കിൽ തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷവും അതിൻ്റെ പേരിൽ തോട്ടങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നൊരു സംവിധാനവും ഇന്ന് നിലവിലുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം ഇതാകുകയും ചെയ്യും. കുറേ കൂടി ആകർഷകത്വം പുലർത്തുന്ന തങ്ങളുടെ ജീവനോപാധിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാവി തലമുറയ്ക്ക് കൂടി ഗുണകരമായ രീതിയിൽ ഇത് മാറ്റപ്പെടും എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ എത്തും. അത് തോട്ടം മേഖലയ്ക്ക് കരുത്താർജിക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനും എല്ലാം സഹായകരമാകും. ഇതിന് കൃത്യമായ സ്വാഗതം വരികയാണ് ഇത്തരുന്നത്. ഇതിൽ സാധാരണഗതിയിൽ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതനം കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിലൊക്കെ വർഷങ്ങളോളം ഒരു പൈസ പോലും വേതനം കിട്ടാതെ കഷ്ടത അനുഭവിക്കുന്ന ഒട്ടേറെ തൊഴിലാളികൾ എനിക്കറിയാം. അപ്പോൾ അവരുടെ വേതനം ഏഴ് ദിവസത്തിനുള്ളിൽ, മാസത്തിന് 7-ാം ദിവസം തന്നെ അത് കൊടുത്തിരിക്കണമെന്നും, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ അവർക്ക് ആരോഗ്യത്തിൽ പരിരക്ഷ കൊടുക്കത്തക്ക രീതിയിൽ ESI ആനുകൂല്യങ്ങളൊക്കെ ഒരു പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കുറേ കൂടി കൃത്യതയോടുകൂടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചികിത്സാ സൗകര്യവും കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ ബില്ല്, ഈ പുതിയ നിർദ്ദേശം തീർച്ചയായിട്ടും സമഗ്രമായ ഒരു കവറേജ് തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.